ഇറാന് വേണ്ടി പറഞ്ഞവരാലോചിക്കുക. സ്വന്തം ഇറാൻ ശത്രു രാജ്യമാണ്, അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇറാൻ എത്ര രൂപയാണ് പ്രഖ്യാപിച്ചത്? ഏകദേശം ഇന്ത്യൻ കറൻസി അനുസരിച്ച് 10 കോടി രൂപയാണ് ഇനാം. അതായത് അയാളെപ്പറ്റി എന്തെങ്കിലും വിവരം കൊടുക്കുന്നവർക്കും പിടിച്ചു കൊടുക്കുന്നവർക്കും ഇറാൻ അവരുടെ ടെലിവിഷൻ ചാനലിൽ കൂടെ പ്രഖ്യാപിച്ചത് 10 കോടി രൂപ ഇന്ത്യൻ കറൻസി. അവിടുത്തെ കറൻസിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയൊക്കെ എമൗണ്ട് വരും. എന്നിട്ട് പോലും അവർക്ക് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ IRGCക്കും ഇറാനിയൻ റെജീം ഒരു പുല്ലും നടന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ പറയേണ്ട ചില കാര്യങ്ങളും. മിലിറ്ററി മൈറ്റി ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് മൈറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരാളെ വെറുതെ വിട്ടിട്ടെങ്കിൽ പോരുമല്ല, അയാൾ ജീവനോടെയോ ജീവനില്ലാതെ അയാളെ എടുത്തുകൊണ്ട് വരും. അതിന് 100 പേര് അവരുടെ കമാൻഡോസ് അതിൻ്റെ റിസ്ക് എടുത്തിട്ട് പോകുന്നു, ചെയ്യുന്നു, എടുത്തുകൊണ്ട് വരുന്നു. ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇതേപോലെ ഒരു രാജ്യത്ത്, അമേരിക്കൻ പ്രസൻസ് ഇല്ലാത്ത ഒരു രാജ്യത്ത് പോയിട്ട് ഇതേപോലെ ശത്രുതയിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണിത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് അമേരിക്കൻ മീഡിയയും ഗ്ലോബൽ മീഡിയയും ഇത് ഭയങ്കര ഫ്ലാഷായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര നേട്ടം തന്നെയാണ് അമേരിക്കൻ സേനയുടെ. കാരണം ഒരു രാജ്യവും ഇത്രമാത്രം ധൈര്യത്തോട് അതവർ ചെയ്യത്തില്ല. പക്ഷെ അതാണ് ഞാൻ പറയാം, അമേരിക്കൻ ഈ മൈറ്റി ഫോഴ്സിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് ടഫാണ്. അവരുടെ കമാൻഡോ ട്രെയിനിങ് ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അബോട്ടാബാദിൽ എങ്ങനെയാണ് ഒസാമ ബിൻ ലാഡനെ പിടിച്ചോണ്ട് പോകുന്നത്, എങ്ങനെയാണ് വെനൂസിലയിൽ നിക്കോളാസ് മഡ്രോവിനെ പിടിച്ചോണ്ട് പോകുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ഇറാന് പ്രൂവ് ചെയ്തു. നാളെ ഇവർ കർഗ് ഐലൻഡ് കയറി പിടിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, ഇറാൻ്റെ ഈ പ്രതിരോധം എന്ന് പറയുന്നത് തെളിഞ്ഞു. കാരണം അവരുടെ മണ്ണിനകത്ത് 100 പേര് പോയിട്ട് ഒരാളെ പൊക്കിക്കൊണ്ട് വരികയാണ്. കാരണം അതിൻ്റെ അകത്തൊരു ഇഞ്ചർ, അവർക്ക് 2 എയർക്രാഫ്റ്റ് പോയി, 3 എയർക്രാഫ്റ്റ് പോയി മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. അവർ പൊക്കിക്കൊണ്ടേക്ക് പോകുന്നു. അത് അവർ നാളെ ചിലപ്പോൾ ടെഹ്റാനിലും കയറി ചെയ്തു കളയും. അപ്പോൾ കർഗ് ഐലൻഡ് പിടിക്കുന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായി ഇതായിരിക്കും ഓപ്പറേഷൻ. എന്നിട്ട് മനസ്സിലാക്കുക, അവിടെ നിന്ന് കടലിൽ നിന്നും വരുന്ന സംഭവം, സപ്പോർട്ടിങ് സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ടെറൈനായിട്ട് കിടക്കുന്ന ഡെസേർട്ടാണ്. അപ്പോൾ അവിടെയാണ് ഈ 100 പേര് പോയിട്ട് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈ എൻഡ് ടെക്നോളജിയുടെ സാങ്കേതിക സഹായമുണ്ട്. പിന്നീട് IRGC അടുക്കാൻ സമ്മതിച്ചില്ല. കാരണം അവർ അനങ്ങുമ്പോൾ ഫയർ ചെയ്യാൻ തുടങ്ങി. കാരണം ആ സമയത്തൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും എയർക്രാഫ്റ്റുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്. ഇത്ര മണിക്കൂറാണ് ഈ ഓപ്പറേഷൻ ടൈം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവരുടെ ഫ്ലൈറ്റ് പോലും, എയർക്രാഫ്റ്റ് പോലും കേടായിട്ട് അവർ വേറെ കൊണ്ടുവന്ന് ഈ സാധനം ഈ പുള്ളി എടുത്തുകൊണ്ടെങ്കിൽ പോയി.